നല്ല വീക്ക് തരും ഞാൻ. ഈ കൈയും കാലൊക്കെ മുറിച്ചോ നീ? ഒരു സ്ഥലത്ത് പോവാനുള്ളതാ. അല്ല പയറ്. നീ എന്തേ കാണിച്ചിട്ടുണ്ടെടുക്കണ ജമന്തി? ഇതുവരെ ഒന്നും ചെയ്തില്ല അല്ലേ? കുളിയും കഴിഞ്ഞില്ല, ഒന്നും കഴിഞ്ഞില്ല. എന്റെ നാത്തൂന് അതിന് ബാത്റൂമിൽ കയറി അമ്മ ഇരിക്കുക. പിന്നെ ഞാനെങ്ങനെ കുളിക്കാൻ? അമ്മ കേറുമ്പോ തന്നെയാണ് നിനക്ക് കേറാൻ പറ്റുള്ളൂ. കുറച്ച് നേരത്തെ അങ്ങ് കുളിച്ചാലെന്താ? എഴുന്നേറ്റപ്പോ താമസിച്ചു. കുളിയില് വെയില് വന്നെ വരെ കിടന്നുറങ്ങിക്കോടി. അതെ, കല്യാണം കഴിച്ച് ഇത്രയാ അവള്. ഞാൻ എന്തിട്ടോണ്ട് പോവും? നൈറ്റ് ഇട്ടുണ്ട്. അയ്യോ അല്ല, ചുരിദാർ ഇടണോ സാരി ഉടുക്കണോ? നീ ചുരിദാറല്ലേ ഉടുക്കാറുള്ളൂ പുറത്തു പോകുമ്പോ? പ്രത്യേകിച്ച് ഒരു ചോദ്യം എന്താ? ഇന്ന് സ്വാതന്ത്ര്യദിനല്ലേ? ചുരിദാർ മതിയല്ലേ? നീ എന്താ ഇടാൻ പോണ? ഞാൻ അമ്മ തച്ച പുതിയൊരു ഉടുപ്പല്ലേ അമ്മ? ഇനി ഞാൻ എന്താ ഇടണേന്ന് ചോദിക്കി. എന്തുവാ? പോരാട്ടാ, നോക്കണത് തിളച്ചു പോവാതെ. തീച്ചിട്ട് കുറച്ച് വെച്ചോ. ഇത്രേ ഉള്ളൂ, മുട്ടിന്റെ അവിടെ വരെ ഉണ്ട്. പുതിയതാ? ആ, എന്ത് രസാന്നോ. നല്ല ചുമന്ന കളറ്. എന്താ ഇവിടുന്ന്? പുതിയ സാരി നോക്ക്. പുതിയതാ? ആ അമ്പോ, ഇതിന് വേണ്ടി എടുത്താണോ? ഇന്നലെ ക്ലീറ്റോന് എവിടെ നിന്ന് വെച്ചിട്ട് പൈസ കിട്ടി. അപ്പൊ സ്വാതന്ത്ര്യദിനത്തിന് കൊടുക്കാൻ വേണ്ടിട്ട് മേടിച്ചു തന്നതാ. ചേച്ചിയുടെ ഒരു ഭാഗ്യം. സ്വാതന്ത്ര്യദിനം, ക്രിസ്മസ്, ഓണം എനിക്കാ വല്ലപ്പോഴും ഒരു സാരി കിട്ടും. അല്ലെങ്കിൽ നീ പ്രമുഖന്റെ ഭാര്യയല്ലല്ലോ. എന്നെ നോക്കാൻ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. എന്നല്ല, നീ ചുരിദാർ ഇട്ടാലും മതി. ആ, ഞാൻ ചുരിദാർ ഇട്ടോളൂ. വേണമെങ്കിൽ ഒരു ദിവസം എടുത്തോ. കത്തി എവിടെയാ? എനിക്ക് മുളക് വെട്ടണം. നീ പോയി ഒരുങ്ങിക്കേ. പോയി എന്താന്ന് വെച്ചാ ചെയ്യും. കുളിച്ച് കഴിഞ്ഞ ഡ്രസ് മാറിയാതി. 10 മണിക്കാണ് പരിപാടി കേട്ടോ. അറിയാം, അറിയിക്കേണ്ടത് അറിയിച്ചിട്ടുണ്ട്. അയ്യോ, ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്താ അവിടെ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? എന്നെ അമ്മ അവിടെ ഒറ്റയ്ക്ക് ആരെങ്കിലും പിടിച്ചോണ്ട് പോവോ? ഞാനിപ്പോ വരാൻ. ഞാൻ നാത്തൂനോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്തുവാടാ, കാണാതിരിക്കാൻ പറ്റണില്ലേ? കാണാൻ കിട്ടണ്ടേ? അച്ഛന്റെ സുഖമല്ല, അല്ലെങ്കിൽ കുഞ്ഞമ്മയുടെ മോളെ കല്യാണം. വെറുതെ ഏത് സമയം കൂടെ പോകാൻ പറ്റത്തില്ല. ജമന്തി ജമന്തി ആക്ച്വലി ഇതെന്ത് എന്തുവാണ് ഇതിന്റെ അർത്ഥം? ഏത് അശോക ചക്രത്തിന്റെ? അശോക ചക്രത്തിന്റെ അർത്ഥം ഇതുവരെ അറിഞ്ഞൂടെ അല്ലേ? അയ്യോ, കുറെ കാലമായിട്ട് പള്ളിക്കൂടത്തിൽ പഠിക്കണല്ലോ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലേ സ്കൂളിൽ. അശോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ശോകം എന്ന് പറഞ്ഞാൽ ദുഃഖം. അശോകം എന്ന് പറഞ്ഞാൽ ദുഃഖമില്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ദുഃഖമേ ഇല്ല. മക്കളെ വാ, അവിടെ എടുത്തോ. ഇല്ല, ഇത് ഇത്തിരി പണിയുണ്ട്. നൂല് വെട്ടിക്കളയാണ്ട് കുറെ നൂല് വെറുതെ കിടക്കണം. ചീത്തയായി പോ. അതെന്താ മക്കളെ? അത് തൃപ്പതാക. നമ്മുടെ ത്രിപതാക എന്താണ് നമ്മുടെ ദേശീയ പതാക അല്ലേ? ദേശീയ പതാക, ത്രിവർണ്ണ പതാക. എന്തൊക്കെ വർണ്ണങ്ങളാ അതില്? അതിന്റെ ആദ്യം സഫ്രോൺ, മിഡിൽ ലൈറ്റ് മറ്റേ വൈറ്റ് കളറ്, താഴെ ഗ്രീനും. പക്ഷെ ആദ്യം ഓറഞ്ച് ആണ്. ഓറഞ്ച് നടുക്ക് വീലല്ല, അശോക ചക്രം. ഡാഡി എന്താ പറഞ്ഞത്? ഡാഡി പറഞ്ഞെന്ന് വെച്ചാൽ അത് ഉദ്ദേശിക്കുന്ന ലോകത്ത് ദുഃഖമേ ഇല്ല. അശോകം, ശോകമില്ലാത്തത്. അങ്ങനല്ല മക്കളെ. അതാണ് അതായത് പണ്ട് നമ്മള് ഈ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് 1921 ഇന്റർനാഷണൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തൊരു പതാകയാണിത്. ആരാ ഡിസൈൻ ചെയ്തെന്നറിയാമോ? പിങ്കള വെങ്കയ്യ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശുകാരനായ സ്വാതന്ത്ര്യ സമര സേനാനുണ്ട്. അദ്ദേഹമാണ് ഇത് ഡിസൈൻ ചെയ്തത്. അപ്പൊ അന്ന് അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ പതാക നമ്മൾ സ്വീകരിച്ചു, ദേശീയ പതാക സ്വീകരിച്ചു. ആ സമയത്ത് ഇതിനകത്ത് നടുക്ക് ചർക്കയായിരുന്നു. നൂല് തോർക്കുന്ന ഗാന്ധിജിയുടെ കൂടെ ഉള്ള ഗാന്ധിജി എപ്പോഴും നൂല് തോർക്കുന്ന കാണാറില്ല. ആ ചർക്കയുടെ പ്രതീകമാണ് വെച്ചിരുന്നത്. പിന്നീട് നമ്മളത് ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും പ്രതീകമായിട്ട് അശോക ചക്രം, 24 അരക്കാലുള്ള അശോക ചക്രമാണ് ആയിരിക്കുന്നത്. അശോക എന്ന് പറഞ്ഞ ആളാണ് മൗര്യ സാമ്രാജ്യം ഭരിച്ചിരുന്ന വലിയ ചക്രവർത്തിയാണ് അശോക ചക്രവർത്തി. അതാണ് കാര്യം, അല്ലാതെ ശോകമില്ലാത്തതല്ല. അത് കാര്യമാക്കിയേ ചെയ്യരുത്. ഡാഡി പറയുന്ന ഒന്നും കാര്യമാക്കരുത്. മക്കൾ വേഗം റെഡി ആയിക്കോ. ഫോണില്ലേ കഥയും പറഞ്ഞിട്ട് നിൽക്കുകയാണോ? കഥയിലടി കൊച്ചിനെ വഴിതെറ്റിക്കുന്നവൻ ഇവിടെ ഇരുത്തരുത്. അവന്റെ അടുത്തുനിന്ന് എന്ത് ലോകത്തില്ലാത്ത തെറ്റിദ്ധങ്ങൾ പറഞ്ഞു കൊടുക്കുക. വിട്ടിത്തങ്ങള് നിങ്ങൾ പാടിപ്പോയി. ആ കൊച്ചിനോട് പാടിക്കളല്ലേ? നീ ഒന്ന് പോയി കുളിക്കുവോ? ഞാൻ കുളിച്ചോളാം, എനിക്കറിയാം. 10 മണിയാകുമ്പോ പോവാൻ വേണോ? കഥയും പറഞ്ഞിട്ട് നിൽക്കുക. ക്ലീറ്റോ, എന്തോ തീ സാരി ഒന്ന് തേച്ചു തരുമോ? തേക്കാനേ മിടുക്കൻ നിന്റെ ആങ്ങളെയാ. എന്നെ തേച്ചതാ ഇപ്പൊ ഇവിടെ വെളിയിൽ ഇരുത്തിയതേ ഉള്ളൂ.
അവൻ്റെ കൂടെ അവൻ തേച്ച് തരും നന്നായിട്ട്. ക്ലീറ്റസേ, ക്ലീറ്റസേ, ഇവിടെ ആരും ഇല്ലേ രാജ? ആഹാ, എന്താണ് എന്നെ കൂടെ രാവിലെ? ഇന്ന് ആഗസ്റ്റ് 15 അതൊക്കെ അറിയോ? ആ പിന്നെന്താ അറിയാത്തെന്ത്? അല്ല കനക, ആലപ്പുഴയിലെ കാര്യം വലിയ കഷ്ടമായി പോയില്ലേ? ആലപ്പുഴയിലെ കാര്യം നിങ്ങളെങ്ങനെ അറിഞ്ഞു? എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നല്ലോ. ഏത് പത്രത്തില്? എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നു. എല്ലാ പത്രത്തിലും വന്ന ഈ പത്രത്തിൽ പറഞ്ഞൊന്നും അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം വെച്ചാല് ഈ അവരിങ്ങനെ വളച്ചൊടിച്ചാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. അത് നിങ്ങളൊരു കാര്യം വാ, നമുക്കത് പേഴ്സണലായിട്ട് സംസാരിക്കാം. അതിന്റെ യഥാർത്ഥ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ വെള്ളപ്പൊക്കം ഉണ്ടായ ആൾക്കാർ മരിച്ചാൽ എന്ത് പേഴ്സണലി സംസാരിക്കാനാ കനക? അതൊക്കെ മേളിൽ ഇരിക്കുന്നു വിചാരിക്കണം. വെള്ളപ്പൊക്കത്തിന് കാര്യമോ? ആ പിന്നല്ലാതെ കുട്ടനാട്ടിലെ? ആ ശരി. അല്ല കനക എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ അമ്പിളിക്കുട്ടനെ വിളിച്ചോട്ടെ. ക്ലീറ്റസേ, വരുന്നടേ, അയ്യോ വിളിക്കണടേ, വരുന്നടേ. ബഹളം വയ്ക്കണമെന്നില്ല. ഇത്ര നേരമായി വന്നിട്ട്. അമ്പിളിക്കുട്ടാ എവിടെ? വേഗം വാ, എല്ലാരും എത്തിക്കഴിഞ്ഞു. അങ്ങോട്ട് പോണ്ടേ? ഓക്കെ ഓക്കെ, ശരി ശരി, ഇപ്പൊ എത്തും. ആര്? അമ്പിളിക്കുട്ടെ, എന്തിന്? പതാക ഉയർത്താൻ. എവിടുത്തെ അസോസിയേഷന്റെ. അമ്പിളിക്കുട്ടനാണ് പതാക ഉയർത്തുന്നത്. ആര് പറഞ്ഞു നിന്നോട്? അങ്ങനെയല്ലേ വേണ്ടത്, നമ്മുടെ മെമ്പറല്ലേ പുള്ളി. എടേ, മെമ്പർ പഞ്ചായത്തിൽ വേറെ ഏതെങ്കിലും പതാക ഉയർത്തിയാൽ മതി. ഈ റെസിഡൻസിന്റെ പതാക ഉയർത്താൻ എന്തുകൊണ്ട് യോഗ്യനായ ഒരാൾ നമ്മുടെ റെസിഡൻസിൽ തന്നെ ഉണ്ട്. അല്ല, നമ്മളിങ്ങനെ അസോസിയേഷൻ അല്ല, ഇന്നലെ ക്ലീറ്റ് ഏൽപ്പിച്ചെന്തായിരുന്നു? ഈ കൊടി മേടിക്കുക, മറ്റു കാര്യങ്ങൾ നോക്കാനാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇത് പതാക ഉയർത്തേണ്ടത് മെമ്പർ അല്ലേ അമ്മാവ? നമ്മുടെ വാർഡിലെ മെമ്പർ. പിന്നെ എല്ലാവരും വിളിക്കാം. അതെ, അമ്പിളിയെ വിളിക്കണമെന്നുള്ള തീരുമാനിക്കാൻ വരട്ടെ. അതിനു മുമ്പേ നമ്മൾ മീറ്റിംഗ് കൂടിയപ്പോൾ എന്നോട് പറഞ്ഞ എന്താണ്, പതാകയും അനുബന്ധമായ എല്ലാ കാര്യങ്ങളും ക്ലീറ്റസ് നോക്കിക്കോളൂന്ന് പറഞ്ഞു. അനുബന്ധമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പതാക ഉയർത്തുന്ന ആളിനെയും ഞാൻ തന്നെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. അമ്പിളിക്കുട്ടനെ വിളിക്കുക. എന്തിന്? ഞാൻ അമ്പിളിക്കുട്ടൻ എന്തിനാ വിളിക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അതൊക്കെ എന്തുകൊണ്ട് യോഗ്യനായ ഒരാൾ നമ്മുടെ റെസിഡൻസിൽ തന്നെ ഉണ്ട്. ആൾ വന്ന് സമയമാകുമ്പോൾ പതാക ഉയർത്തും. ആരാണ് ആ യോഗ്യനായുള്ള ആള്? എന്റെ അളിയ, നീ ടെൻഷൻ അടിക്കല്ലേ. എന്തുകൊണ്ടും എല്ലാവർക്കും സമ്മതനായ ഒരാൾ തന്നെ. നീയാണ്. അയ്യോ, ഞാൻ ഇവിടുത്തെ പതാക എന്ന് ഉയർത്താൻ പറ്റിയ ആളല്ല. ഞാനൊക്കെ അങ്ങ് ഡൽഹിയിൽ പോയി ഉയർത്തിക്കോളാം കേട്ടോ. ഇവിടെ ഇപ്പൊ റെസിഡൻസിനകത്ത് എല്ലാവർക്കും സമ്മതനായ ഒരാളുണ്ട്. പിന്നെ അമ്മാവനാ? അമ്മാവനായിരിക്കും. ഞാനും ശരിയല്ല, ഞാനൊന്നും വേണ്ട. അതൊക്കെ അളിയാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. സമൂഹത്തിൽ അറിയപ്പെടുന്ന ആരെങ്കിലും ആയിരിക്കണം ഈ നല്ല കാര്യം ചെയ്യേണ്ടത്. ഒരു കവിയോ കലാകാരനോ സാംസ്കാരിക പ്രവർത്തകനോ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരോ, സ്വാതന്ത്ര്യ സമര സേനാനിയോ അങ്ങനെയൊക്കെ ആരില്ല. അങ്ങനെയല്ലേ വേണ്ടത്? കവിയാണ്, എല്ലാവർക്കും സമ്മതനായ ഒരാളാണ്. കവിയാണ്, സമ്മതനാണ്. അതായത് നിർധനരുടെ കണ്ണീരൊപ്പുന്ന ആളാണ്. അപ്പൊ നല്ല ആളാണല്ലോ. സമൂഹത്തിന് ഒരുപാട് നന്മ ചെയ്യുന്ന ആളാണ്. ഇത്രയും നല്ലൊരാൾ നമ്മുടെ പഞ്ചായത്ത് ഇല്ലല്ലോ. അതാണ്, നിങ്ങൾ അങ്ങനെ നല്ല ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയില്ലല്ലോ. ഇങ്ങനെ ഒരാളാണ് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, നല്ല കാര്യം. അപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ ആ ആള് സമയമാകുമ്പോ വന്ന് പതാക ഉയർത്തിക്കോളും. നിങ്ങൾ അത് പറ്റില്ല. അത് ആരാത് പറ. എന്തിനാണ് ഇപ്പൊ അതൊക്കെ അറിയണത്? സമയത്ത് ഈ പതാക ഉയർത്തുന്ന കുഴപ്പം അളിയ എന്തിനാ വെറുതെ? അതൊരു സർപ്രൈസ് ആയിട്ട് ഒളിച്ചു വരേണ്ട കള്ളന്റെ കാര്യം. അത് മാത്രമല്ല, നീയാണ് അത് തീരുമാനിക്കുന്നത്. അപ്പൊ അതിലെ റെസൻസിൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് താല്പര്യം ഉണ്ടാവില്ല. ആളാരാന്ന് അറിയണം. അത് ശരിയാ. ഇത് കഷ്ടമാണല്ലോ. പറഞ്ഞുകൂടാ. സുരേന്ദ്രൻ മുതലാളി. ഏത് സുരേന്ദ്രൻ? മുതലാളി സുരേന്ദ്രൻ. കവി. കവിയാണ്, കലാകാരൻ ആണ്, സാംസ്കാരിക നായകൻ, നല്ല വാക്കിയല്ലേ പുള്ളി. കണ്ണീരൊപ്പുന്നവൻ, അശ്ശോ, പട്ടിപ്പലിശക്കാരൻ, ഗുണ്ട. അതെ, ഇങ്ങനെ നല്ലൊരു വ്യക്തിയെ നിങ്ങൾ ഇങ്ങനെ ചീത്ത പലിശക്കാരെന്ന് വിളിച്ച് അപമാനിക്കരുത്. എടാ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എത്രയോ ബിസിനസ്സുകാരെയാണ് അയാൾ സഹായിക്കുന്നത്. പൈസയുടെ ആവശ്യം വരുമ്പോ എല്ലാവരും നേരെ കരഞ്ഞുകൊണ്ടെന്ന് അച്ഛ അപ്പ അമ്മ എന്ന് വിളിക്കും. പൈസ തിരിച്ചു വയ്ക്കുമ്പോൾ ആള് പലിശക്കാരൻ. ഡേറ്റ് അങ്ങോട്ട് തെറ്റി കഴിഞ്ഞാൽ കുടുംബത്തിന്റെ സ്നേഹം കൂടി അറിയാണ്ട് വീട്ടിൽ കയറിയിട്ടുള്ള പാത്രമൊക്കെ വലിച്ചെറിയുടെ കണ്ണിച്ചോറില്ലാത്തവനാണ്. അതെ, ഒരു ബന്ധമില്ലാത്ത ഈ കണ്ണിക്കണ്ടന്മാർക്കൊക്കെ പൈസ വാരി കൊടുക്കുമ്പോ അയാൾക്ക് പിന്നെ തിരിച്ച് ആ പൈസ കിട്ടണ്ടേ? അതെന്ത് ജനസേവനടാ? നമ്മൾ അങ്ങനെ തർക്കിക്കണ്ട. ഇങ്ങനെ ഒരാളല്ല പതാക ഉയർത്തേണ്ടത്. ഇന്ന് നല്ലൊരു ദിവസമാണ്. ഈ നല്ല ദിവസം നല്ല കൈയാണ് ഉയർത്തേണ്ടത്. അറിയാ, നീ ഒന്നും മറക്കരുത്. നിന്നെ തന്നെ എത്ര പ്രാവശ്യം അയാൾ പൈസ തന്ന് സഹായിച്ചിട്ടുണ്ട്. 10 രൂപ പലിശക്ക്. എടേ, പലിശ എന്ന് നിങ്ങൾ പറയരുതേ. അതൊരു സഹായമല്ല പലിശയാണത്. സഹായം, പലിശ. സ്വഭാവം എന്താവും? നിങ്ങൾ അത് പറയരുത്. കൊടുക്കാണ്ടിരുന്ന എത്രയോ പേരുടെ പൈസയാണ് അയാൾ വേണ്ടെന്ന് വെച്ച് വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ചത്. ആരെ പൈസ? എന്റെ പൈസ എത്ര പ്രാവശ്യം ഉപേക്ഷിച്ചു?
നിന്റെ എത്രയോ പ്രാവശ്യം ഞാൻ എഴുത്തള്ളിയിരിക്കുന്നു. അതിനെന്ത് നിന്റെ പെങ്ങളെ ഞാൻ അന്തസ്സായിട്ട് നോക്കണുണ്ട്. അയാളുടെ പെങ്ങളെ ഞാൻ സംരക്ഷിക്കണമെന്നില്ല. അല്ലാതെയാണ് എന്റെ പൈസ വേണ്ടാന്ന് വെച്ചത്. നീ എന്റെ പുണ്ണാക്ക് പറഞ്ഞാൽ ശരി, എന്നെ സുരേന്ദ്രൻ ഇവിടെ ഉയർത്താൻ സമ്മതിക്കില്ല. അമ്പളിക്കുട്ട മതി, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വെറുതെ നല്ലൊരു ദിവസമായിട്ട് ആവശ്യമില്ലാതെ ഇടംകൊല്ലിടല്ലേ. എനിക്കും അതേ പറയാനുള്ളൂ. സുരേന്ദ്രൻ പതാക ഉയർത്താൻ സമ്മതിക്കില്ല. എന്നാ സുരേന്ദ്രൻ തന്നെ പതാക ഉയർത്തും. പറ്റില്ല. പറ്റൂല്ല, നമുക്ക് സുരേന്ദ്രൻ പതാക ഉയർത്താൻ എനിക്കൊന്ന് കാണണം. സമൂഹത്തിൽ ഇത്ര നന്മയാണ് ഒരാളെ നിനക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ലെങ്കിൽ അത് എന്റെ കുറ്റല്ല. ബാക്കി യുദ്ധം നടക്കും. ബാക്കി സംഭവങ്ങൾ റെഡിയാണ്. ബാക്കി അവിടെ കൊടിമരവും സംഭവമൊക്കെ അവിടെ ഉണ്ട്. അത് കാണാം. സാമാന്യ മര്യാദ വേണ്ടേ, സാമാന്യ ബുദ്ധി വേണ്ടേ നമുക്ക്? ഇത്രയും നല്ലൊരു ദിവസം പതാക ഉയർത്തേണ്ടത് ആരാണെന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി വേണം. അതുകൊണ്ടാണ് അത് രാഷ്ട്രീയത്തിൽ എവിടെ എത്താണ്ട് ഈ തെക്കും വടക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വേണ്ട, ഞാൻ അവിടെ നിന്നോ. പിന്നെ കുറച്ചു കാലം ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ആലപ്പുഴയിലായിരുന്നു. ആലപ്പുഴയിലായിരുന്നു. അറിയുന്നുണ്ട് ആലപ്പുഴയിലെ വിശേഷങ്ങളൊക്കെ. എന്തിനാണ് വെള്ളപ്പൊങ്ങി ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. വെള്ളപ്പൊക്കത്തിന്റെ അല്ല, എന്തോ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിട്ട്. ഇപ്പൊ വരും. നമസ്കാരം. മുതലാളി കൃത്യസമയത്ത് തന്നെ എത്തില്ല. മുതലാളി കൃത്യതയാണല്ലോ എന്റെ ഇടപാടുകളെല്ലാം. ഞാൻ ചെയ്യുന്ന എല്ലാം കൃത്യതയാണ്. അത് വേണമല്ലോ. ഞാനും മുതലാളി മാതൃകയാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇറങ്ങാം, ഉടനെ ഇറങ്ങാം. പിന്നെ ഒരു 2 മിനിറ്റ്, 1-2 കാര്യങ്ങൾ. ഒട്ടും താമസമില്ല. ഇല്ല, ഇപ്പൊ ഇറങ്ങാം. പിന്നെന്താ സാറേ, അത്ര നല്ല കാര്യങ്ങളല്ല ആളുകളിങ്ങനെ ഒട്ടും സത്യമുള്ള കാര്യമില്ല. സ്വാതന്ത്ര്യദിനാശംസകൾ. രാജ്യത്തിനും പ്രജകൾക്കും ഒക്കെ എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ. സുഖമാണോ? ശരി, അങ്ങനെ വേണം. അല്ലെ, ആ പതാക അവിടെ പതാക ഉണ്ടെന്ന്. പതാക ഇവിടെ വരുന്നല്ലേ? അല്ല, കയറ് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. പതാക നടനായി എടുത്താ? തക്കളി കേട്ടോന്നേ, ഇവിടെ പതാക ഇരുന്ന് നീ എടുത്തോ? എന്താടാ ഇവിടെ വരാൻ പറ എല്ലാവരോടും. മുതലാളി വന്നില്ലേ? ഒന്നുമില്ല, ചെറിയ കാര്യം. അതെ, പതാക ഇവിടെ പതാക കാണാനില്ല. ദേശീയ പതാക അവിടെ കൊടി ഉയർത്താനുള്ളത് ഇവിടെ ഞാൻ വെച്ചിരുന്നില്ല. ഒന്നുമില്ല, അവിടെ ചെറിയൊരു പതാക കാണുന്നില്ല. ഇവിടെ ഇപ്പൊ വെച്ചിരുന്നല്ലേ? അതൊക്കെ പറയാം, മുതലാളി കേൾക്കുന്നു. കയറുണ്ടായിരുന്നത്, കയറിരിക്കുന്നു. പതാക ഞാൻ ഇതിന്റെ കൂടെ വെച്ചിരുന്ന. ഇവരോട് ചോദിക്കും എവിടെയാ വെച്ചത് ശരിക്കും. ഇവിടെ ഇരുന്നതാണ്. നീ കവറിലിട്ട് കൊണ്ടുപോയി അങ്ങോട്ട്. ഞാൻ എടുത്തില്ല. നീ കൊടിമരം എടുക്കാൻ പോകുമ്പോ എന്റെ കയ്യിലുണ്ടാ? ഇല്ല. പിന്നെ കയറ് ഇവിടെ ഇരിക്കല്ലേ, പിന്നെ പതാക എവിടെ പോയി? എന്തമ്മാ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് അളിയനോട് സംസാരിച്ചിരിക്കുന്ന ആളി അത് മനസ്സിലാക്കണം. ഇന്ന് ജീവിതത്തിൽ നിന്ന് ഒരാളെ അടുത്ത് മോശമായി സംസാരിച്ചിട്ടില്ലല്ലോ. അല്ല, അത് ആ പതാക എടുത്ത് കഴിഞ്ഞിട്ട് ആളിയോ? ഏത് പതാക? നമ്മുടെ ദേശീയ പതാക. ദേശീയ പതാക എനിക്ക് എന്തിനാ ഇപ്പൊ? ചുമ്മാ കളി, തമാശ കളിക്കുന്നത്. ഈ സമയത്ത് തമാശ കളി. മുതലാളി വന്ന് നിൽക്കുകയാണ്, തമാശ കളിക്കുന്നത്. എന്താണ് മാവാവിനോട് പതാക ഈ തരാൻ പറയാം. മാവാ എടുത്തിട്ടില്ല പറഞ്ഞില്ലേ? പിന്നെ അല്ല, അമ്മ ജമന്തി അവൻ ഞാൻ കൊണ്ടുവച്ചില്ല ദേശീയ പതാക എടുത്ത് എവിടെ മാറ്റി വെച്ചേക്കാൻ തരാൻ പറയാം. അമ്മ എടുത്തൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. എടുത്തിട്ടുണ്ടോ? നീ എടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും എല്ലാവരും അവനോട് ചോദിക്കണേ. അവനല്ലാണ്ട് വേറെ ആർക്കും എടുത്താ പന്തില്ല. എന്തേലും പ്രശ്നമുണ്ടോ? ഇല്ല മുതലാളി, നമുക്ക് എല്ലാവരും കൂടെ വണ്ടി പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ വേറൊരു വണ്ടി വിളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണതാ. ഇപ്പൊ പോവാം. ശരി. അല്ല, പിന്നെ അവനോട് ഇങ്ങോട്ട് നോക്ക്. എടുത്തിട്ടുണ്ടോ നീ? കാല് പിടിക്കാം. കണ്ടമ്മ വെറുതെ പ്രശ്നം എന്താന്ന് പാർട്ടിയുടെ കൊടി വേണമെങ്കിൽ ഉയർത്തി ചോദിക്കും. പറയേണ്ടത് അവനോട് 100 വട്ടം പറഞ്ഞാണിത്. അതെ, സൗകര്യമില്ല. അറിയാ, ജീവിത പ്രശ്നമാണ് മുതലാളി. ഞാനോടുള്ള ഇരിപ്പോശം എല്ലാം തകരുന്നതോടുകൂടി. അതുകൊണ്ടാ പറഞ്ഞ കളിക്കാതെ അമ്മ തരാൻ പറയാം. അമ്മ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? നീ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? അമ്മ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകം അറിയില്ല. അയ്യോ, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ലേ ഇന്ന് നമ്മുടെ അസോസിയേഷനിൽ പതാക ഉയർത്തേണ്ടത് ഒരു മാന്യനായ ആളല്ലേ? അല്ലേ? ആരാമ്മ ഉയർത്തേണ്ട പതാക? എന്തായാലും അമാന്തം ഉണ്ടോ? ഒരു 2 മിനിറ്റ്, ഒരു 10 മിനിറ്റ്. ശരി. അമാന്തിക്കരുത്. ഇല്ല. അമ്മ പറയും ആരാ ഉയർത്തേണ്ടത്?
അത് സമൂഹത്തിൽ വിലപ്പെട്ട അതിൻ്റെതായ രീതിയിലുള്ള ആരെങ്കിലും ആളാണല്ലോ. പിന്നെ ഇവൻ കണ്ടുവെച്ചിരിക്കുന്ന ആരെന്നറിയാം? നിൽക്കുന്ന മനുഷ്യൻ ആ പട്ടി പലിശക്കാരൻ അയാൾ കുഴപ്പമൊന്നുമില്ല. എന്ത് പട്ടി പലിശക്കാരനാണ് ഇതിനൊക്കെ നിർത്താൻ? ഒന്നല്ലെങ്കിൽ ഒരു സാഹിത്യകാരൻ, അല്ലെങ്കിൽ ഒരു കവി, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി. ഒരു കലാകാരൻ ആരെങ്കിലും ആയിരിക്കും. അതെ അതെ അതെ. ഇയാളാണോ ഉയർത്തേണ്ടത്? അയാൾ കുഴപ്പമൊന്നുള്ള ആളല്ല. എന്തുകൊണ്ട് കുഴപ്പമില്ല? നിനക്ക് എത്ര രൂപ? ഒന്നും മനസ്സില്ല. പൈസ ഒന്നും മനസ്സില്ല. എന്ത്? ഇല്ല. സത്യം പറയണം. ഒരു 20,000 രൂപ. ആര്? ഞാൻ. അതങ്ങനെയല്ല. അത് അതിന് തന്നെയല്ല. ഇത് ചെലവിന് വേണ്ടിട്ട് പതാകയ്ക്കും കൊടിമരവും ഇതൊക്കെ അതിന് വേണ്ടിട്ട്. അല്ലാതെ വേറൊന്നും. നിങ്ങൾ അത് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഇത് ചെലവിനുള്ള പൈസ. അത് നമ്മള് പതാകയ്ക്കും കൊടിമരത്തിനും അധികം തർക്കിക്കണ്ട. മുതലാളി ഒന്ന് നീ വരൂ പ്ലീസ്. ഒന്ന് വന്നേ. മുതലാളിയോട് എന്ത് പറഞ്ഞിട്ടാണ് ക്ലീറ്റോ ഇന്നത്തെ ദിവസം ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഇവിടെ പതാക ഉയർത്തണം, സാമൂഹിക തലത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് തലത്തിൽ ഒരു അവാർഡ് സംഘടിപ്പിച്ച് എനിക്ക് തരാവുന്നതാണ്. മുതലാളിക്ക് സംഘടിപ്പിച്ചു തരാമെന്ന് ആര് പറഞ്ഞു? ക്ലീറ്റസ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരു 20,000 രൂപ എന്നോട് വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് ചെലവുകളുണ്ട്, പതാക മേടിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം. ഞാൻ കൊടുത്തു. എന്താ വേണ്ടത്? മുതലാളി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? അല്ല, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മുതലാളിക്ക് എനിക്ക് അറിയാലോ. കണിശമായിട്ട് പറയാം. സ്വാതന്ത്ര്യം കിട്ടി. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചത് പതാക ഉയർത്താൻ കവി, സാഹിത്യകാര്, കലാകാരന്മാര്, സാമൂഹ്യ പ്രവർത്തകര് ഇങ്ങനെയുള്ളവരായിരുന്നു. അതുകൊണ്ട് മുതലാളി ഇതിന് തൽക്കാലം പിന്മാറണം. ശരി, ഞാൻ പിന്മാറാം. അമ്മ പറഞ്ഞ ഗൗരവം എനിക്ക് മനസ്സിലായി. അമ്മ പറഞ്ഞതാണ് അതിന്റെ സത്യം. ഇന്നത്തെ പതാക ഉയർത്തേണ്ടത് അമ്മ പറഞ്ഞ പോലെയുള്ള ആളുകളാണ്. ഞാൻ മനഃപൂർവ്വമല്ല എന്നുള്ളത് അറിയാമല്ലോ. ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ ഒരു മതിപ്പൊക്കെ ഉണ്ടാക്കിയാൽ ഒരു ഗവൺമെൻറ് തലത്തിൽ ഒരു അവാർഡൊക്കെ എനിക്ക് സംഘടിപ്പിച്ച് തരാം എന്ന് ക്ലീറ്റോ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ 20,000 രൂപ കൊടുത്തത്. അത് അമ്മ പറഞ്ഞതാണ് ശരി. അമ്മ പറഞ്ഞ പോലെയുള്ള ആളുകളൊക്കെ വേണം ഇതിന് പതാക ഉയർത്താനായിട്ട്. മുതലാളിക്ക് കാര്യം മനസ്സിലായല്ലോ? എനിക്ക് കാര്യം മനസ്സിലായി. അമ്മ പറഞ്ഞതാണ് അതിന്റെ ശരി. അപ്പോ ക്ലീറ്റസേ, പഴയ ഒരു 30 രൂപ, ഇപ്പോഴത്തെ ഒരു 20 രൂപ, പിന്നെ അതിന്റെ വട്ടിപ്പലിശ, ഇതെല്ലാം കൂടെ ചേർത്ത് ആഫീസിലോട്ട് വേഗം എത്തിച്ചേക്കണം. പൈസ ഉണ്ടായിട്ടില്ല, ഒട്ടും വൈകരുത്. അല്ല, എൻ്റെ പിള്ളേരിങ്ങ് വരുവേ, വഷളാവും. അമ്മ കാര്യം പറഞ്ഞപ്പോ എന്തിനാ കണയണത്? എടാ, അമ്മ കാര്യം പറഞ്ഞപ്പോ ആ വട്ടിപ്പലിശക്കാരന് മനസ്സിലായി. അതുപോലും മനസ്സിലാക്കാനുള്ള ബോധം നിനക്കില്ലടാ. നിന്റെ തലയിലുണ്ടടാ. അതല്ല, അയാൾക്ക് മനസ്സിലായി പോയല്ലോ. നീ പതാക ഉയർത്താൻ മെമ്പറെ വിളിക്ക്. ഞാനൊരു കാര്യം പറയട്ടെ. പതാക ഉയർത്താൻ അർഹതപ്പെട്ട ആൾ ഇവിടെ തന്നെ ഉണ്ട്. ക്ലീറ്റോ അല്ല, നോക്കണ്ട തന്നെ. നോക്കണം. പിന്നപ്പോ എടാ, ഒരു പട്ടാളക്കാരന്റെ ഭാര്യ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ നമ്മൾ എന്തിനാ പുറത്തുനിന്ന് വേറെ ആളെ നോക്കണേ? അത് നാത്തും പറഞ്ഞ കറക്റ്റാ. അമ്മ മതി. കനക, ജന്മനാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഊണ് ഉറക്കൊഴിച്ച് കഷ്ടപ്പെടുന്നവരാ പട്ടാളക്കാര്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരദേവാന്റെ ഭാര്യ ഇവിടെ നിൽക്കുമ്പോ പിന്നെ എന്തിനാടാ വേറെ ആള്? മോള് പറഞ്ഞതാ ശരി. ആദ്യമായിട്ട് നീ നല്ലൊരു കാര്യം പറഞ്ഞേ. അമ്മ റെഡി ആയിക്കോളൂ. ഒരു വണ്ടി വിളിക്കാം. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? ഇന്നത്തെ ഈ ദിവസം ഈ പതാക ഉയർത്തേണ്ടത് നമ്മൾ ആരുമല്ല, പുതിയ തലമുറയായ നമ്മുടെ തക്കളിയാണ്. 100 വർഷം അത് ഉയർത്താനുള്ള കരുത്ത് അവരുടെ കൈകൾക്കുണ്ടാകണം. അതാണ് നമ്മുടെ ധൈര്യം. അടിയട കൈ പൊടി അടിച്ചില്ല. Alien versus Alien.